ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിലെ 164 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ഹരിജ രാമാണ്. പുട്ടപർത്തിയിൽ താമസിക്കുന്നു. അവിടെ പിന്നെ ഒരു മാസേജ് സെന്ററും ഒരു പിന്നെ ട്രെയിനിങ് സെന്ററും നടത്തുവാണ്. മാസേജ് സെന്റർ പോലെ തന്നെ അത് ഹരി തന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരും. ഞാൻ പിന്നെ ഇന്ന് ശ്യാമളയ്ക്ക് പകരം ഞാൻ ചെയ്യുവാണ്. ശ്യാമള ചൊവ്വാഴ്ച ചെയ്യും. ഞാൻ ഓങ്കാരവും ഇത് സായി ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ ഹരിജ വീഡിയോ ഓൺ ചെയ്ത് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്തിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് പറയുക കേട്ടോ. അപ്പോൾ ചെയ്യുന്ന ജോലി എത്ര കാലം കൊണ്ട് നമ്മുടെ പുട്ടപർത്തി ചെയ്യുന്ന ജോലിയൊക്കെ പറയാം കേട്ടോ. സായിരാം. സായിരാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സായിരാം. ശ്രീ വേലായുധൻ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ, ഭയങ്കര ഡിസ്റ്റർബൻസ്. ആരും തന്നെ വീഡിയോ ഓഡിയോ ഓൺ ചെയ്യാൻ പാടില്ല, വായിക്കുന്നവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മിസ്റ്റർ വേലായുധൻ ഓഡിയോ ഓഫ് ചെയ്യൂ, ഓഡിയോ ഓഫ് ചെയ്യൂ. സായിരാം. താങ്ക് യു. ഹരിജ തുടങ്ങിക്കോളൂ. കാണുന്നില്ല ആന്റി? കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും ഹരിജ, ഇത്തിരി പൊങ്ങിയിരിക്കണേ. കുറച്ച് നടുവിലോട്ട് സെൻട്രലൈസ് ചെയ്ത് നേരെ നേരെ കുറച്ചും കൂടെ പൊങ്ങിയിരിക്കും. മുഖം കട്ട് ചെയ്ത് പോണു. വനജ ഓഫ് ചെയ്യൂ. ഫോണൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ മുൻപില് നമ്മുടെ മുഖം കാണുന്ന മാതിരി അഡ്ജസ്റ്റ് ചെയ്യൂ. മുഖം കട്ട് ചെയ്ത് പോണു. ഹരിജ സായിര തുടങ്ങിക്കോളൂ, വായിക്കാൻ തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, എൻ്റെ പേര് ഹരിജ റാം. ഞാൻ പുട്ടപർത്തിയിൽ 19 വർഷമായിട്ട് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എത്തിയത് ഒരു സായി ഡെവോട്ടി ആയിട്ടോ അല്ലെങ്കിൽ സേവാദളായിട്ടോ അല്ലെങ്കിൽ ഒരു സമിതിയിലെ ഒരു അംഗമായിട്ടോ ഒന്നുമല്ല. സ്വാമി എന്നെ കണ്ണൂർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊടന്നിട്ട് ഇതാണ് നിന്റെ വീട് എന്ന് പറഞ്ഞ എന്നെ ഇവിടെ നിർത്തിയതാണ്. എനിക്കങ്ങനെ പറയാൻ തോന്നുന്നത്. അത് ഞാനിപ്പോ ഇത് വായിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്വാമിയുടെ അവതാരവാണി എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ശിവന്റെ സൂക്ഷ്മ രൂപം തിരിച്ചറിയൂ എന്നുള്ള ഉള്ളടക്കമാണ്. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും ആഹാരത്തെ ആശ്രയിക്കുന്നു. ആഹാരമില്ലാതെ അവയ്ക്ക് ജീവിക്കാനാവില്ല. എവിടെ നിന്നാണ് ആഹാരം ഉണ്ടാകുന്നത്? ഭഗവാൻ ശങ്കരനാണ് ആഹാരത്തിന്റെ ഉറവിടം. അനന്തമായ സദാ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന മനസ്സിനും വാക്കിനും അപ്രാപ്യമായവനാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. ഭൗതിക ശാരീരിക രൂപസൗന്ദര്യങ്ങളെ മാത്രം പരിഗണിക്കുന്നത് മൂലം നിങ്ങൾക്കത് മാത്രമേ കാണാനാകുന്നുള്ളൂ. അതിസൂക്ഷ്മമായ ഭഗവാന്റെ ദിവ്യതയാർന്ന ആന്തരപ്രകൃതം തിരിച്ചറിയാൻ നിങ്ങൾക്കാകുന്നില്ല. സത്യത്തിൽ ഭഗവാൻ ശരീരമോ മനസ്സോ അല്ല, ലിംഗമാണ് അവിടുത്തെ യഥാർത്ഥ രൂപം.
ആ ലിംഗം ആർക്കും ദൃശ്യമല്ല. അതവിടുത്തെ ഗളത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടുത്തെ യഥാർത്ഥ രൂപം സാക്ഷാത്കരിച്ചതിനാൽ ശങ്കരനെ തന്നെ വേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഭഗവാന്റെ ഭൗതിക രൂപം മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ. അതുപോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഭൗതിക ദൃഷ്ടിക്ക് പരിമിതപ്പെടുത്താനാവുന്നതല്ല ഈശ്വരൻ. അവിടുന്ന് അണരോരണീയൻ, മഹതോ മഹിയാൻ എന്നറിയപ്പെടുന്നു. ഈശ്വരൻ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും മഹത്തായതിൽ മഹത്വവുമാകുന്നു. ഭഗവാന്റെ ആ രൂപം കാണാനായാൽ, സാക്ഷാത്കരിക്കാനായാൽ നിങ്ങൾ അവിടുത്തെ ഭൗതിക രൂപം ചിന്തിക്കുകയേയില്ല. ശിവഭഗവാൻ വൃദ്ധനെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ സത്യം അതല്ല. ആ നിമിഷം ഭഗവാൻ ശങ്കരൻ അവിടെ രൂപം പൂണ്ടു. അവിടുന്ന് ഗൗരിയേക്കാൾ ചെറുപ്പമായി കാണപ്പെട്ടു. ഇരുവരും തമ്മിൽ സമ്പൂർണ്ണ ചേർച്ച. ഈ കാഴ്ച കണ്ട് ദേവസമൂഹം സ്തംഭിച്ചുപോയി. ജനങ്ങൾ ഈ വിധം ഒരു കാര്യത്തെക്കുറിച്ച് മോഹിതരായി ചിന്തിക്കുന്നു, പക്ഷേ സത്യമോ മറ്റൊന്നും. ജനങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ഭൗതിക സൗന്ദര്യവും ലൗകിക സുഖങ്ങളും, പക്ഷെ സംഭവിക്കുന്നതിന്റെ ഒന്നും ആന്തരികാർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യനിഷ്ഠമായ പ്രകൃതം ഈ കാര്യം സാക്ഷാത്കരിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഈശ്വരന്റെ രൂപം അതാണ് ഇതാണ് എന്നൊക്കെ പറയാൻ ആർക്കും കഴിയുന്നതില്ല. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഒന്നിനെ ക്ഷേത്രങ്ങളിൽ ഒതുക്കാൻ കഴിയുമോ? കോടി സത്യപ്രഭ ചൊരിയുന്ന ഒന്നിനായി ദീപം തെളിയിക്കാനാകുമോ? സമസ്ത നദികളിലും വസിക്കുന്ന ഒന്നിന് ജലാഭിഷേകം നടത്തുന്നത് എങ്ങനെ? സർവ ജീവജാലങ്ങളിലും വസിക്കുന്ന ഒന്നിന് ഒരു പേര് കൊടുക്കുന്നത് എങ്ങനെ? സമസ്തവും തന്റെ കക്ഷിയിൽ ഒതുക്കിയിരിക്കുന്ന ഈശ്വരന് നിവേദ്യം നൽകുന്നത് എങ്ങനെ? ഈശ്വരന്റെ രൂപം അതിസൂക്ഷ്മം, അത് ആറ്റത്തേക്കാൾ വളരെ സൂക്ഷ്മം. അതാണിത്. ഇത് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൃക്കരം മെല്ലെ ചുഴറ്റി ഒരു ലിംഗം സൃഷ്ടിച്ചു കാണിച്ചു. ഈ ലിംഗം ആ രൂപത്തിന് സദൃശ്യമാണ്. ഭൗതിക ദൃഷ്ടിയുള്ളവർ കാക്കയെ പോലെ എന്ന് പറയാം. അജ്ഞതയുടെ ആവരണം ഉള്ളതിനാൽ അവർക്ക് സദൃശ്യമായ ബാഹ്യമായിട്ടുള്ളത് മാത്രമേ കാണാനാകുന്നുള്ളൂ. ഒന്നിന്റെയും ആന്തരിക യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല. ഒരുവൻ എന്താണ് ഈശ്വരൻ സമർപ്പിക്കേണ്ടത് എന്ന കാര്യം ഉറപ്പായി പറയാൻ ആർക്കും കഴിയുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആധുനികർ പലരും ഇന്ന് പറയാറുണ്ട്, എന്താണിത്, എത്രമാത്രം അരിയും നെയ്യും നിങ്ങൾ ഹോമം എന്ന പേരിൽ തീയിൽ ഒഴിച്ചു പാഴാക്കുന്നു. എത്രയോ പാവങ്ങൾ അതേസമയം ആഹാരമില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇതിനു പകരം നിങ്ങൾക്ക് ദാരിദ്ര്യരെ ഊട്ടിക്കൂടെ? നമ്മുടെ മുഖ്യ പുരോഹിതൻ പോലെയുള്ള വേദപണ്ഡിതന്മാർ ഇപ്രകാരം അതിന് മറുപടിയും നൽകി. ഇന്ന് കൃഷിക്കാരൻ 5 ചാക്ക് നെല്ല് വയലിൽ എറിയുന്നു. പിന്നീട് അത് 50 ചാക്കായി കൊയ്തെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. കൃഷിക്കാരൻ ചെയ്തത് ശരിയല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അതുപോലെ പുരോഹിതന്മാർ ചെയ്യുന്ന യജ്ഞഹോമാദികൾ പാഴല്ല, പിന്നീട് അത് വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. 5 ചാക്ക് വിതച്ച് 50 ചാക്ക് കൊയ്തെടുക്കുന്ന പോലെ ഈശ്വരന് സമർപ്പിക്കുന്നതെല്ലാം അനേകം ഇരട്ടിയായി വർദ്ധിക്കും. ഈശ്വരന് സമർപ്പിക്കാൻ ഒരേ ഒരു സാധനമേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ തമ്പടിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ. ഇവയെല്ലാം ഭഗവാന് സമർപ്പിക്കണം. ഓം ശ്രീ സായിറാം. സായിറാം. ഫോണില് നമ്മുടെ ഇത് ഫോട്ടോ നന്നായിട്ട് വരുന്ന മാതിരി ഇരിക്കണേ, കട്ട് ചെയ്യാതെ. കുറച്ച് പൊങ്ങിയിരിക്കും. ഇപ്പൊ ശരിയായി. കുറച്ച് പൊങ്ങിയിരിക്കും. സെൻട്രലൈസ് ചെയ്യൂ. ആന്റി പറഞ്ഞോളൂ. ഓം ശ്രീ സായിറാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പേരും എൻ്റെ വീടും എല്ലാം. ഞാൻ ഇതുവരെ സ്വാമി എന്താണ് എന്നോ അല്ലെങ്കിൽ ഒരു സേവാദളായിട്ടോ ഒന്നും പറഞ്ഞതല്ല. എനിക്ക് നാട്ടിൽ ഞാൻ പല പല ജോലികളും ചെയ്തായിരുന്നു. പക്ഷെ അതിലൊക്കെ ഭയങ്കര നഷ്ടമായിട്ടുണ്ടായിരുന്നു. വലിയൊരു ഗാർമെന്റ്സ് നടത്തി, ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയി, കുറെ ഓട്ടോറിക്ഷ വെച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര നഷ്ടമായി. ഒന്നാമത് ഇവിടെ വരാനുള്ള ഒരു നിമിത്തം എന്ന് തന്നെ പറയണത്. ഞാൻ ഇങ്ങനെ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ ആ ജോലിയിൽ അപ്പോയിന്റ്മെന്റ് അയച്ചപ്പം 3 മാസത്തെ ട്രെയിനിങ്ങും ഒരു ഇന്റർവ്യൂ ഉണ്ടായാൽ അതില് ഒരു അസിസ്റ്റന്റ് മാനേജർ ജോലിക്കായിരുന്നു അപ്ലൈ ചെയ്തത്. അതെനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ പോയത്. അവിടുന്ന് 3 മാസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എൻ്റെ
ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിയതിന്റെ ആ ടെൻഷനും എല്ലാം കൊണ്ടായിരുന്നു ഞാൻ വീണ്ടും ജോലിക്ക് പോയത്. അപ്പൊ അവിടുന്ന് ഞാൻ MD-യോട് പറഞ്ഞു, സർ ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോവുക, എനിക്കിനി വരാൻ പറ്റൂല, തിരിച്ചു വരൂല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെ അവരുടെ വൈഫും അവരും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മാഡം എനിക്ക് തിരിച്ചു വരണ്ട. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് ആദ്യം ചിന്തിച്ചത് ഇങ്ങനെ പറഞ്ഞു, നാട്ടിൽ പഞ്ചകർമ്മ ഫ്രണ്ട് ഇവനും കൂടി അഫ്ഗാനിസ്ഥാൻ കാബൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആയുർവേദ പഞ്ചകർമ്മ എല്ലാ ഇതും കൂടിയിട്ടുള്ളത് തുടങ്ങണം. കോടികൾ വിലയുള്ള ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾ ബിൽഡിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ മാഡത്തിനെ വിളിക്കും. അപ്പോഴേക്ക് പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കയ്യിലാക്കുകയേ വേണ്ടു. അത് മാഡത്തിന് ഞങ്ങൾ ഒരു സൂപ്പർവൈസറെ ജോലിയാ തരാൻ പോകുന്നത് വിചാരിച്ചത്. അതിന് ഫുഡ് അക്കോമഡേഷൻ സാലറി ഒക്കെ അന്ന് തന്നെ അവിടുന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പം ആ സാലറി കേട്ടപ്പോ തന്നെ ഞാൻ പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയലുണ്ട്, ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആ സ്വപ്നം കാണാൻ ഞാൻ തുടങ്ങി. അപ്പൊ 1,00,000 രൂപ സാലറിയും ഒരു ഫുഡ് അക്കോമഡേഷൻ അവർ പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ ഞാൻ ഒന്നും ആലോചിക്കാതെ തന്നെ സമ്മതിച്ചു. ഞാൻ വീട്ടിലൊന്നും അറിയാതെ ഞാൻ പഞ്ചകർമ്മ പഠിച്ചു. പിന്നെയും വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടായില്ല, വെറുതെ ഇരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പൊ ഞാൻ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. ജോലി പേപ്പറിൽ തന്നെ നോക്കി. അപ്പൊ അതിൽ കണ്ടു വാണ്ടഡ് തെറാപ്പിസ്റ്റ് എന്ന്. അപ്പൊ അത് എവിടെയാന്ന് വെച്ചാൽ പുട്ടപർത്തി സായി ടവറിൽ. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഒരു വയസ്സായ ഒരാളായിരുന്നു. കുട്ടിക്ക് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, സർ ഞാൻ കേരളത്തിന് പുറത്ത് പോകേണ്ടിയിട്ടാണ് ഞാൻ ഇത് പഠിച്ചത്, എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒരു നമ്പർ തരാം, നിങ്ങൾ അവിടെ വിളിച്ചോക്ക്, ഒരു പുട്ടപർത്തി സായി ടവർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പുട്ടപർത്തി എന്ന് സ്വപ്നത്തിൽ കേട്ടതല്ലാതെ കൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. ഞാനൊന്ന് അന്വേഷിച്ചപ്പോ അവരെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ അവർ പിറ്റത്തെ ദിവസം വീട്ടിൽ വന്നു. അവര് എല്ലാം വീട്ടുകാരോട് സമ്മതിച്ചു. ചുരുക്കി പറയാം, ഞാൻ ഇവിടെ തന്നെ എത്തി, സായി ടവറിൽ ജോയിൻ ചെയ്തു. 3 മാസമായപ്പോ എനിക്ക് ഇവിടുന്ന് ഒരു മാനസികമായിട്ട് വിട്ടു പോണം തന്നെ. ഒന്നാമത് നാടും വീടും വീട്ടുകാരൊന്നും വിട്ടു നിൽക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടെയും. അപ്പൊ ഞാൻ സ്വാമീനെ ഇതുവരെ കണ്ടില്ല. അപ്പൊ മേലെ 4ാമത്തെ നിലയിലായിരുന്നു സായി ടവറിന്റെ വർക്ക്. അപ്പൊ ഞാൻ സ്വാമി വരുന്ന സമയത്ത് ഞാൻ പോലീസുകാർ വിസിലടിക്കും, സേവാദളെല്ലാം റോപ്പ് എടുത്തിട്ട് ഓടി വരും. അതെല്ലാം കണ്ടപ്പോ എനിക്ക് സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ 4ാമത്തെ നിലയിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് തന്നെ ഞാൻ താഴെ എത്തും. അവിടെ ആ ഒരു ഫുട്പാത്തിനടുക്ക വന്നിട്ട് അപ്പൊ സ്വാമിയും ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഐ കോണ്ടാക്ട് ആയിരുന്നു. ഭയങ്കരമായിട്ടൊരു ഫസ്റ്റ് തന്നെ എനിക്കുള്ളൊരു അനുഭവം അതായിരുന്നു. എന്നെ കണ്ണിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്ന പോലത്തെ ഒരു നോട്ടായിരുന്നു സ്വാമി ഫസ്റ്റ് തന്നെ. അപ്പം തന്നെ എനിക്ക് കുറെ ദിവസത്തേക്ക് എനിക്ക് നല്ല ബ്ലെസ്സിങ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് പുട്ടപർത്തിയിൽ എനിക്ക് നിൽക്കാനും ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് പോവും വേണം നാട്ടിലേക്ക്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 3ാമത്തെ മാസമായപ്പോ എനിക്ക് ഞാൻ പോട്ടേന്ന് ഞാൻ സ്വാമിയോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ സ്വാമി എന്നെ അന്ന് തന്നെ എന്റെ ചേച്ചി ഫോൺ ചെയ്ത് പറഞ്ഞു, ഹരിജ നീ അഫ്ഗാനിസ്ഥാൻ കാബൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനാണോ നീ ഇത് പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്തേ? അവര് നിന്നെ വിളിച്ചിരുന്നു, നീ പിന്നെ റെഡിയാകാൻ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അയക്കുന്നില്ല, അവളെ നിങ്ങൾ ഇനി വിളിക്കും വേണ്ട, അവളെ അങ്ങോട്ടേക്ക് അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എന്റെ സ്വപ്നങ്ങളെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തന്നെ അത് തകർന്ന് എന്റെ ഹാർട്ട് ബ്രോക്കൺ ആയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ സംഭവം എന്താന്ന് പറഞ്ഞു. നീ വിചാരിക്കും പോലെ ഒന്നല്ല. എന്നിട്ടും ഞാൻ മനസ്സുകൊണ്ട് അത്ര ഉപേക്ഷിച്ചില്ല. അപ്പൊ സ്വാമി പിറ്റേ ദിവസം രാവിലെ പേപ്പറിൽ ഇങ്ങനെ നോക്കുമ്പോ അതിൽ കാണുന്നു, സത്യം ഞെട്ടിപ്പോയി. അഫ്ഗാനിസ്ഥാൻ കാബൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേഡീന്റെ കൈ മുട്ടിന് താഴെ കഷ്ണിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയാൻ. സത്യത്തിൽ ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇത് സ്വാമി എങ്ങനെ അറിഞ്ഞു? എന്റെ പോകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? പോണ്ടെന്നുള്ളത് സ്വാമി എന്നെ അറിയിക്കുന്നതായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യാൻ വേണ്ടി പോരാ.
സ്വാമി എനിക്കൊരു അശരീരി തന്നു. സ്വപ്നത്തിലൊന്നല്ല, എല്ലാവരും സ്വപ്നം കണ്ടു അങ്ങനെയാന്നെല്ലാം പറയുന്നപ്പോ എനിക്കതൊന്നല്ല. എനിക്ക് ചെവിയിലൂടെ ഇങ്ങനെ പറയുന്നത്, നീ എന്തിനു പോകുന്നു നാട്ടില്, നീ ഇവിടെ നിൽക്ക്, തിരിച്ച് ഇവിടെ സ്വന്തമായിട്ട് നീ ചെയ്യും, നീ എന്തെല്ലാം നാട്ടിൽ ചെയ്ത് എല്ലാം നീ പരാജയപ്പെട്ടില്ലേ, എന്നെ ഇവിടെ ചെയ്യും, ഞാനുണ്ട് കൂടെ, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കും എന്നിങ്ങനെ എന്റെ ചെവിയിൽ ഇങ്ങനെ അടിക്കുന്ന പോലെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഒരു 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 എന്താ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല, ഒരു ബ്രോക്കറെ കണ്ട് ഞാൻ ഒരു ഫ്ലാറ്റിന് ഞാൻ പറഞ്ഞു വെച്ചു, എനിക്ക് എന്തായാലും സ്വാമി പറഞ്ഞതല്ലേ നോക്കാം, ഇനി കുറച്ചു നാൾ അതും കൂടി ചെയ്തു നോക്കാന്ന് വെച്ച് ഞാൻ ഒരു ബ്രോക്കറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സർ എനിക്കൊരു ഫ്ലാറ്റ് വേണം പുട്ടപർത്തിയില്, ഇവിടെ വേണ്ടിയിട്ട് നല്ല താമസിക്കാനും ഇത് തുടങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതും പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ ഉടനെ നാട്ടിൽ പോയി എന്നെ പഠിപ്പിച്ച ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയുണ്ട് ഒരു സംഭവം, ഞാൻ ഒരു 3 മാസം ഞാൻ അവിടെ ചെയ്തു, സ്വാമി ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു അവിടെ സ്വന്തമായിട്ട് തുടങ്ങാം. ഹരിജ നീ എന്തിനു ഭയപ്പെടുന്നു, സ്വാമി പറഞ്ഞെങ്കിൽ നീ തുടങ്ങ്, സ്വന്തമായിട്ട് തന്നെ തുടങ്ങ്, ഞങ്ങളെല്ലാരും ഇല്ലേ കൂടെ, സ്വാമി പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഉണ്ട്, ഈ ഹോസ്പിറ്റൽ മുഴുവൻ നിന്റെ കൂടെയുണ്ട്, നീ ധൈര്യമായി തുടങ്ങിക്കോന്ന് പറഞ്ഞു. അതേപോലെ വീട്ടിലും പറഞ്ഞ് ഞാൻ രണ്ടാമതും പുട്ടപർത്തിയിലേക്ക് തിരിച്ചു വന്നു, അഡ്വാൻസ് കൊടുത്തു. അപ്പം അയാള് വിളിച്ചു തന്നെ, ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട് മാഡം, 2-3 കണ്ടിട്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു, എല്ലാവരും അഡ്വാൻസ് എല്ലാം കൊടുത്ത് തിരിച്ചു പോയി, വീണ്ടും തിരിച്ചു പോയി, എല്ലാ സംവിധാനത്തോടു കൂടി ഞാൻ ഇവിടെ വന്നു, ചിത്രാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലാറ്റ് എടുത്തു, അവിടെ തുടങ്ങി. അവിടെ തുടങ്ങിയപ്പോൾ ഞാൻ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ജോലിക്കാരത്തിനെ വെച്ചിരുന്നു, അവളോട് ഞാൻ പറഞ്ഞു, ലക്ഷ്മി എനിക്കൊരു പൂജ ചെയ്യണം, ഒരു തെലുങ്കര ഇതില് പൂജ ചെയ്യണം, അതിന് വേണ്ടുന്ന എല്ലാ ഇതും എനിക്കൊരു അവരെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ആ ദീദി ഞാൻ കാണിച്ചു തരാം, ഒരു ആന്റി ഉണ്ട് ഇവിടെ, അവര് നല്ലോണം പൂജ ചെയ്യുന്നവരാണ്. അത് കുറച്ച് പറഞ്ഞ് അവള് പോയി ഉടനെ തിരിച്ചു വരുന്നുണ്ട്. അപ്പം പറഞ്ഞു, ദീദി വേഗം വാ, അവിടെയുണ്ട് ആ ലേഡി നിൽക്കുന്നത്, ആ ആന്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്തിരുന്നു, നന്നായിട്ട് ചെയ്തിരുന്നു. അപ്പൊ അവരോട് പറയുമ്പോ അവര് പറയുന്ന വിഷയം എന്താണ്, ഞങ്ങൾ അവരെ വീട്ടിൽ വിഭൂതി വന്ന കഥയും, വിഭൂതി ഓരോരാളെ സ്ഥലത്ത് വന്ന കഥയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഭാഗ്യമൊന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങനത്തെ പുണ്യകർമ്മമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആന്റി ഒന്ന് എനിക്ക് ചെയ്തു തരുമോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഓ ചെയ്തുതരാനോ, പേരെല്ലാം ചോദിച്ചു, സ്ഥലമെല്ലാം ചോദിച്ചു, പറഞ്ഞ് വീട് വന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു ചെയ്തു തരാന്ന്. അപ്പൊ സാധനങ്ങളെല്ലാം എഴുതി തന്നു, ലിസ്റ്റ് ആക്കി. അപ്പൊ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി നാളെ രാവിലെ തന്നെ വൃത്തിയാക്കി സ്വാമിന്റെ ഫോട്ടോന്റെ അടുത്ത് എല്ലാം കൊണ്ടേക്കണം എന്ന് പറഞ്ഞു. ആ ദീദി എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ അവള് വന്ന് വീടെല്ലാം വൃത്തിയാക്കി ആ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു. ഞാൻ ബ്ലൗസിന്റെ തുണികൾ മാത്രം വാങ്ങാൻ പോയി, അതും എല്ലാം വാങ്ങിക്കൊണ്ടുവച്ചു. ആന്റി വരുമ്പോഴേക്ക് 11 മണി കഴിഞ്ഞു. 11 മണി വരെ സന്ധ്യക്ക് വേണ്ടുന്ന പൂജ, ഈ ആന്റി എന്തിനാ അവിടെ ഇപ്പം വന്നത് എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് ചോറെല്ലാം ഉണ്ടാക്കി, ആന്റി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആ ശരി എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാം നോക്കുമ്പോ വന്നിരുന്ന് ചമ്മണപ്പെട്ടിരുന്ന് എല്ലാം നോക്കി. കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നു, ഹരിജ വിഭൂതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആന്റി വിഭൂതി, ടെർമറിക് പൗഡർ, കുങ്കുമം എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എന്താ എന്ന് പറഞ്ഞു. അപ്പം ഇക്കട എന്ന് പറഞ്ഞു അവരെ ഭാഷയില്. അപ്പൊ ഞാൻ ഓടിപ്പോയി, എന്താ ആന്റി എന്ന് പറഞ്ഞു. അക്കടെ ചൂടു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 2 വിരലിന്റെ, സ്വാമിന്റെ കാലിന്റെ 2 വിരലിലൂടെ വിഭൂതി ഇങ്ങനെ വന്നിട്ട് ഒരു പടിക്കെട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നു. അപ്പൊ ആദ്യത്തെ പോലെ തന്നെ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാല് രണ്ടാമത്തെ ഒരു ലഡു പൊട്ടി എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഇന്നലെ സന്ധ്യക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞാനും പ്രാർത്ഥിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവിക്കല്ലേ, ഞാൻ ഇതുവരെ സ്വാമിയോടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല, സ്വാമിനെ കണ്ടിട്ടില്ല, ഒരു വേല ചെയ്തിട്ടില്ല ഒന്നും സ്വാമിക്ക് വേണ്ടി, എന്നിട്ട് സ്വാമി എന്നെ ഇത്രയും ഇതാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് പറഞ്ഞപ്പം തന്നെ എനിക്ക് കുറെ ആൾക്കാർ കാണാനും ഒക്കെ വന്ന് നല്ല നിലയിൽ പൂജയെല്ലാം നടത്തി, അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. സ്വാമി പറഞ്ഞ പോലെ തന്നെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ എപ്പം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എപ്പം പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യും, പൂവെക്കുകയെല്ലാം ചെയ്യും. അത് ഇതില് പിന്നെ മൂന്നാമതൊരു സംഭവം ഉണ്ടായത്, ഈ അനുഭവം പറയുന്നതിനിടയിൽ മൂന്നാമതൊരു സംഭവം, എനിക്ക് എൻ്റെ അമ്മയും 2 ഏട്ടന്മാരും പോയതിനു ശേഷം ഞാൻ അനാഥയായി പോയി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ സമാധിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എല്ലാവരും എന്നെ കൈവിട്ടു പോന്ന, സ്വാമി എന്നെ കൈവിട്ടോ, എനിക്ക് സങ്കടം ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടല്ലോ, എന്താ എനിക്ക് പറ്റിയതെന്ന് എനിക്ക് അറിയുന്നില്ല, ഞാൻ അമ്മ പോയതിനു ശേഷം എനിക്ക് നാട്ടിൽ പോകണമെന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്നുണ്ട് എൻ്റെ ഇങ്ങനെ ഒരു മുന്നിലൂടെ തന്നെ സാരിയിലൂടെ ഒരു സാധനം ഇങ്ങനെ വഴുതി വീഴും പോലെ
ഞാൻ വിചാരിച്ചത് ഭഗവാനെ തലയിൽ പല്ല് വീണ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് നോക്കിയപ്പം എന്റെ 2 കാലിന്റെ ഇടയിലായിട്ട് ഒരു രുദ്രാക്ഷം വന്നിട്ട് വീണിട്ടുണ്ട്. അപ്പൊ ഞാനത് എടുത്തിട്ട് ഞാൻ വിചാരിച്ച ആരെയോ കഴുത്തിന്ന് മാല പൊട്ടി ലോക്കറ്റ് പോലെ മറ്റാക്കി ആരതോ അത് വീണതായിരിക്കും എന്ന് വെച്ച് ഞാൻ എടുത്ത് 4 വറും നോക്കി. ആരും നോക്കുന്നില്ല, കാണുന്നില്ല, ഒന്നുമില്ല. ഞാൻ മെല്ലനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ അതിനൊരു ഹോൾസ് പോലും ഇല്ല. ലോക്കറ്റ് ആണെങ്കിൽ അതിന് ഹോൾസ് ഉണ്ടാവില്ല, ഒന്നുമില്ല. മരത്തുനിന്ന് പറിച്ചിട്ട പോലെ അതിന് കുറച്ച് വിഭൂതിയും ഇതായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അമ്മയെല്ലാം പോയതിനു ശേഷം, ഏട്ടന്മാര് പോയതിനു ശേഷം ഇതിന് കൊറോണയ്ക്ക് ശേഷമുള്ളതായിരുന്നു. അപ്പൊ എനിക്കൊരു നല്ലൊരു ഫാമിലിനെ തന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇതാണ്. സായിഗീതന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാൻസി നടത്തുന്ന അവരുള്ള അവിടെ അമ്മയുണ്ട്, ഒരു സഹോദരനുണ്ട്, 2-3 സഹോദരിമാര്, എല്ലാരും എനിക്ക് സ്വാമി എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആ രുദ്രാക്ഷം എടുത്തിട്ട് ഞാൻ വേഗം ഓടിപ്പോയത് അവിടത്തേക്കാണ്. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, ഒരായിട്ട് ഇതാ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ അറിയുന്നില്ല ഇത് ആരുടെ അടുത്തുനിന്ന് വീണതാന്നോ എന്താന്നൊന്നും അറിയില്ല. അവര് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പം പറഞ്ഞു, ചേച്ചി ഇത് നല്ല സാധനാണ്, എന്തോ ഒരു പറഞ്ഞത് പഞ്ചമുഖീന അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നല്ലോണം സൂക്ഷിച്ചു വെക്കണം, നല്ല സാധനാന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് അത് തിരിച്ചു തന്നു. ഞാനിവിടെ സ്വാമി ഫോട്ടോ വെക്കുന്നവർക്ക് വിഭൂതി ഡബയിൽ ഞാൻ ഇട്ടുവെച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 19 വർഷം ഇവിടെ നിന്ന് ഒരു അച്ഛനും അമ്മയും കൈവെള്ളയെ കൊണ്ട് നടക്കും മക്കളെന്ന് പറയുന്നത് ശരിക്കും ഞാൻ സ്വാമിയിലൂടെയാണ് കണ്ടത്. എന്നെ ശരിക്കും അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക ചെയ്യുന്നത് സ്വാമി ശരിക്കും. അതുപോലെ എനിക്ക് സ്വാമി ഒരു കാറ് തന്നു. ഞാൻ ഒരു കാറ് വാങ്ങിയതിനു ശേഷം ഡ്രൈവിംഗ് എല്ലാം പഠിച്ചു. ഓട്ടോറിക്ഷ, കാറ്, സ്കൂട്ടർ എല്ലാ ഡ്രൈവിംഗും ഞാൻ പഠിച്ച് ലൈസൻസ് എടുത്തതാണ്. ആ കാറും കൊണ്ട് ഞാൻ കുറച്ചു നാളെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബാലേട്ട ഹരിത പറഞ്ഞോളൂ. കുറച്ചു സമയം ഞാൻ കുറച്ചു നാളെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ ചേച്ചിന്റെ മോൻ എന്നോട് പറഞ്ഞു, കുവൈത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ലീവില്. അപ്പൊ എന്നോട് പറഞ്ഞു, ആന്റി ലൈസൻസ് എല്ലാം എടുത്തുന്നല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, വാ നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് കുറെ സാധനങ്ങളെല്ലാം വാങ്ങി വരാലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിപ്പോയി. ഞാനാ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോ അങ്ങനെ തന്നെ. പോകുമ്പോൾ നല്ല വഴിയിലൂടെ പോയി, തിരിച്ചു വരുമ്പോ ഒരു ഇടവഴിയിലൂടെ വന്നത്. അപ്പൊ മഴയെല്ലാം പെയ്തിട്ട് ആ കുറെ മണ്ണിങ്ങനെ ഇടിഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വഴിയൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. ഒരു ടേണ് ചെയ്യലും എനിക്ക് അതേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ. പൂച്ച 4 കാലുമില് വീണ പോലെ എന്ന് പറഞ്ഞ പോലെ എന്റെ കാറ് ഇതായിട്ട് 4 വീലും മേലെ ഞങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഇറങ്ങി വന്നതെന്ന് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. അത് ഒരു ഇതായിട്ട് ഇറങ്ങി വന്ന് അപ്പൊ അടുത്തുള്ള വീട്ടുകാരെല്ലാം കുറെ തുണികളും വെള്ളം എടുത്തിട്ട് ഓടി വരുന്നത്. ഞാൻ ബ്ലഡിൽ കുളിച്ച് എന്തോ ആക്സിഡന്റ് എന്ന് പറ്റി ഭയങ്കര ശബ്ദത്തോടു കൂടിയാണ് കേട്ടത്. എല്ലാവരും അയൽവക്കക്കാരെല്ലാം ഓടി വന്ന് എന്റെ വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ട്, ആന്റി കാറ് മറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെല്ലാരും ജോലിയെല്ലാം നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ഓടി വരാൻ പോകുന്നു, താടിക്ക് കൈവച്ചിട്ട് എല്ലാരും ഇരിക്കുന്നു, അങ്ങനെ പേടിച്ചിരിക്കുന്നായിരുന്നു. അപ്പം ഞാനത് കൂളായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എല്ലാരും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നു, ഇതെന്ത് മറിമായ, ഇതെന്താ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് ഫോണിലും പിന്നെ എന്റെ പേഴ്സിലും എപ്പോഴും സ്വാമീന്റെ ഫോട്ടോ വെക്കും. അത് രണ്ടും ഇല്ലെങ്കിൽ എന്റെ എവിടെയെങ്കിലും ആയിട്ട് ഞാനൊരു ഫോട്ടോ വെക്കും. എന്റെ ഹൃദയത്തോട് ചേർത്തിട്ട് അന്ന് എന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, നീ എങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നത്, എങ്ങനെയാ ഇറങ്ങി വന്നത്, ഇത് എന്തോ ഒരു മാജിക് ആമറ്റം പോലെ തോന്നുന്നല്ലോ എന്ന്. ആ 4 വീലും മേലെ കണ്ടപ്പോ എല്ലാവർക്കും അത്ഭുതമായി. ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഇതാന്ന്. എനിക്ക് അന്നും ഒരു നഖത്തിന് പോലും ഒരു പോറലുണ്ടായിട്ടില്ല, ഇന്നും അതിനൊരു ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഈ 3-4 കാര്യങ്ങളിലൂടെ ഞാൻ എന്താ പറയണ്ടത്, ഞാൻ 3 മാസം കൊണ്ട് വന്ന ഞാൻ 19 വർഷമായി. ഇനി എന്റെ മരണം എന്റെ സ്വാമി എപ്പം വിളിക്കുന്നോ അത്ര വരെയും ഞാൻ ഇവിടെ തന്നെ അല്ലാതെ ഉണ്ട്. എല്ലാവർക്കും എനിക്ക് സേവ ചെയ്യാനും എനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പൊ അതെ. 2 പ്രാവശ്യം ഡ്യൂട്ടി ചെയ്തു. 7 ലിംഗം ലിഖിത ജപം 7 ബുക്ക് എഴുതി, 8ാമത്തെ ബുക്കാണിത്. എനിക്ക് ആദ്യം പറയാനൊരു തടസ്സം ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇതിലുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ജ്യോതി ചേച്ചിയായിരുന്നു എന്നെ ഇതിൽ ചേർപ്പിച്ചത്. അവര് ശരിക്കും പറയാന്ന് വെച്ചാൽ എന്റെ പിറക്കാതെ പോയൊരു ചേച്ചി തന്നെ പറയാ. സത്യത്തിൽ പറഞ്ഞാല് എനിക്ക് ആദ്യം മുതലേ എനിക്ക് അവരെ അറിയായിരുന്നു. പക്ഷെ ഞാൻ അവരെ
ഇങ്ങനെ നോക്കലുണ്ട്. ഒരു മലയാളി എന്നുള്ള ഒരു പരിചയത്തിലായിരുന്നു നോക്കിയത്. ഒരു കാരണത്തിൽ എനിക്ക് അടുത്ത് തന്നെ പരിചയപ്പെടേണ്ടി വന്നു. ആ ഒരു അന്ന് കണ്ട ചിരിയും ഇന്ന് അതിൽ കൂടുതലായിട്ടേ ഉള്ളൂ. ഞാൻ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുടെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരിയും ഒരു ഹാപ്പിനെസ്. എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാല് ഒരാളെ മുഖത്ത് ഒരു ദേഷ്യമോ ഒരു എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഒരു എനിക്ക് ഞാൻ 2 നേരം എനിക്ക് ദർശനത്തിന് പോകും, പക്ഷെ ആരുടെ മുഖം ഞാൻ നോക്കലില്ല. പക്ഷെ ഞാൻ ഇപ്പം പോയാല് കൂടുതലായിട്ട് ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കും, എവിടെയെങ്കിലും ഉണ്ടാവും ജ്യോതിഷേച്ചി നിൽക്കുന്നത്. ആ ഒരു ചിരി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതേപോലെ തന്നെ എനിക്കൊരു ആന്റി ഉണ്ടായിരുന്നു, ടീച്ചറായിരുന്നു, അവര് മരിച്ചുപോയി. ആ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ വത്സലാന്റിനെയും കാണുന്നുണ്ട്. ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് 2 പേരും ഇഷ്ടമാണ്. ഇത് ഞാൻ ഈ കാര്യം ഈ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്. രണ്ടാളുടെ പേരും. എനിക്ക് വേറെ ആരെയും എനിക്ക് ഇങ്ങനെ പരിചയമില്ല. ഞാൻ ഇവിടെ വന്നാൽ ആശ്രമത്തിൽ നിന്ന് വീട് എന്നല്ലാതെ. ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഫാമിലിനെ തന്നുകൊണ്ട് ഇപ്പം രാവിലെയും വൈകുന്നേരം അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഒരു നല്ലൊരു കുടുംബം പോലെ തന്നെയാണ് ഞാനൊരു ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ സ്വാമി അവരെ വിളിപ്പിക്കുന്ന പോലെ, ചേച്ചി എന്തേ കണ്ടില്ല ഇന്ന്, എന്താ വരാഞ്ഞത്, എന്തെങ്കിലും അസുഖായോ, എന്തെങ്കിലും വേണോ, എന്ത് പറഞ്ഞാലും എനിക്ക് കസ്റ്റമേഴ്സ് എല്ലാം കൂടുതൽ ഉണ്ടായാലും അവരാണ് എനിക്ക് സ്വാമി എന്നെ ഏൽപ്പിച്ചതെന്ന് തോന്നുന്നു. അത്ര എനിക്ക് സ്വാമിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഇന്ന് മുഴുവനും എനിക്ക് സമയം തന്നാൽ ഞാൻ അങ്ങ് പറഞ്ഞിരിക്കും. അത്രയും എനിക്ക് വിശപ്പോ ദാഹോ ഒന്നും തോന്നൂല. ഹരിജ, നന്നായിരുന്നു കേട്ടോ, വളരെ വളരെ നന്നായിരുന്നു. ജ്യോതിയെ പറ്റി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത്ര മന്ദഹാസത്തോടുകൂടി എപ്പോഴും സൗമ്യമായിട്ട് സേവ ചെയ്യുന്നത് ജ്യോതി തന്നെയാണ്. ഹരിജ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഓഫ് ചെയ്യൂ. ഇനി ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഭജന പാടണേ. സായിരാം. ശരി ആന്റി. కానొక సమయం లోపల That at one time నేను పుట్టినాను, మానవుడిగా పుట్టాను. I'm born as a human being. మానవుడిగా పుట్టి సత్యాన్ని నేను చెప్పాలి. Being a human being, I should speak truth. నేను అన్యాయానికి పాల్పడకూడదు I should not resort to అని ఒక injustice. వ్రతం పట్టాడు ఒక సాధకుడు. And a seeker has taken that vow. అరణ్యంలో పోయి కూర్చున్నాడు. He sat there in a forest. నారాయణ నామస్మరణ చేస్తున్నాడు. He started chanting నమశివాయ అని Narayana. పంచాక్షరాన్ని వర్ణిస్తున్నాడు. And he started repeating God's name. కానీ But వీడిని ఎట్టైనా సని అసత్యం ఆడించాలా అని ఈశ్వరుడు పట్టుబట్టాడు. Ishvara wanted to test him by making him speak lies. లేక ఇతనితో అపాయం కల్పించాలి And he wanted to see that he would be put in danger. అని ఒక జింకను తరుముకుంటూ వచ్చాడు ఆ ఈశ్వరుడే. Ishvara in the form of a hunter was running after the deer. ఈ వ్రతం పట్టినటువంటి వ్యక్తి చూచాడు. The man of truth watched this. తన ఎదురు పొద లోపలనే ఆ జింక పోయి చేరిపోయింది. He saw this deer hiding in a bush close by. ఈశ్వరుడు వచ్చాడు. Ishvara came. తపస్వి, Oh man of నేను penance, ఒక జింకను తరుముతూ వచ్చాను, మీరు చూచారా I'm అన్నాడు. just chasing this deer. Have you watched it? ఏం చెప్పాలి? What is చూచాడు. it? Yes, I saw. చూడలేదంటే అసత్యం ఆడినట్టు If అవుతుంది. they have not seen, it is false. చూచినానంటే దాని ప్రాణం పోతుంది. If he says, I have seen, the deer will lose దీనికి its అపకారం life. చేసినట్టు అవుతుంది. So it amounts to the death of the అసత్యము deer. అపకారము రెండు చేసిన వాడిని అవుతాను కదా. So he'll be committing a lie and నేను మానవుడిగా also పుట్టి cause for ప్రయోజనం the ఏమిటి? death of this deer. So what for? ఇంతకాలం రత్న చేసే ప్రయోజనం ఏమిటి? I adhere to the truth. నా What do you- దీక్షలంతా కూడా నువ్వు మంట కలిపినటువంటి వాడు అవుతాను All the oath and the vow I have taken is అని just gone. తిరిగి ఈశ్వరుని తలుచుకున్నాడు లోపల. So he thought of God at that moment. పరమాత్మ నాకు చక్కని యుక్తిని నేర్పించమన్నాడు. Then oh God, teach me a good knack to get out of this. తక్షణమే భగవంతుడు ఇచ్చాడు. God gave me a good thought. అడిగిన తక్షణమే ఇచ్చేటువంటి ఒక దైవత్వము మన వెంటనే జంటనే ఇంటనే ఉంటుండగా మనం ఎందుకు భయపడాలి? When God is with you, in you, above you, below you, around you, responding your prayers, why should we be afraid of? చెప్పాడు. He said, నాయన, ఏది చూచెనో అది పలుకదు, O person, that which has seen cannot say. ఏది పలుకునో అది చూడలేదు. What that says has not seen. ఇది నేను ఇచ్చే ఆన్సర్. Well, this is the only thing I can say. కన్నులు చూచినాయి, Eyes watch, కానీ కన్నులకు నోరు లేదు చెప్పడానికి. but the eyes cannot speak.
నోరు చెప్పగలుగుతుంది, Yes, the tongue can కానీ speak, నోరు చూడలేదు. but it has not seen. చూచిండేది ఒకటి, చెప్పేది మరొకటి. Therefore, the one sees, the other speaks. ఇది నేను అంగీకరించను అన్నాడు. And so I cannot express అప్పుడు it. తప్పించుకున్నాడు. That's how he found an escape. అప్పుడు ఈశ్వరుడు ప్రత్యక్షమయ్యి, Then Ishvara నాయన incarnated. ఈ యుక్తియే యోగము అన్నాడు. And Ishvara manifested and said, this kind of escape is పరులకు yoga. అపకారం గావించకుండా ఉపకారం గావించి ఉత్తమమైన మార్గం లోపల దాన్ని సంరక్షించేటువంటి యొక్క భావమే నిజమైనటువంటి మానవత్వం అన్నాడు. The true human quality lies in not harming anybody, rendering help to everybody, and find an escape that way. దాన్ని రక్షించాడు. He has protected that. అపకారం చేయలేదు, He has not harmed, అసత్యం ఆడలేదు. and he has not told a lie. నిజమే, చెప్పేది నోరు, It's the tongue కానీ that నోటి says. కన్నులు లేవు కదా. And the tongue has no చూచిండేది eyes, కన్నులు, and కానీ eyes కన్నులకు watch, నోరు లేదు కదా. and eyes cannot speak. కనుక ఒకటి చెప్పి ఒకటి చేసటము ఇది సరైనది కాదని తాను సమర్థించుకున్నాడు. So he supported his stand like that. ఈనాటి మానవులు Man today, యుక్తి చేత మనము సత్యాన్ని సాధిస్తూ రావాలి. by appropriate knack like that, we can uphold our own back. ഹരിജ പാടിക്കോളൂ. అండి. శంభో మహాదేవా శివ శంభో మహాదేవా హర హరాయ భవ భవాయ శివ శివాయ నమః హర హరాయ భవ భవాయ శివ శివాయ నమః ఓం నమః శివాయ ఓం నమః శివాయ ఓం నమః శివాయ ఓం నమః శివాయ శంభో మహాదేవా శివ శంభో మహాదేవా హర హరాయ భవ భవాయ శివ శివాయ నమః హర హరాయ భవ భవాయ శివ శివాయ నమః ఓం నమః శివాయ ఓం నమః శివాయ ఓం నమః శివాయ ఓం నమః శివాయ శంభో మహాదేవా. సారీ అండి. സൈറാം. സായി സൈറാം ഉപമ. രാവിലെ മോർണിംഗില് നഗര സങ്കീർത്തനത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ തണുപ്പായല്ലോ, അപ്പൊ ഭയങ്കര കോൾഡായിരുന്നു. ഇപ്പൊ 2 ദിവസം കൊണ്ട് എന്റെ ട്രീറ്റ്മെന്റിൽ തന്നെ കുറച്ച് സുഖമായിട്ടാണ് പാടാനേ പറ്റാതെ പോയത്. സോറി. പക്ഷെ നന്നായിട്ട് പാടി. സൈറാം. സായി ഉപമ. ജ്ഞാനം, ധ്യാനം, കർമ്മം എന്നീ 3 മാർഗങ്ങളിലൂടെ കടന്നു പോകുവാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. പക്ഷേ ഉപ്പും മുളകും പുളിയും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് അരയ്ക്കുന്ന ചട്നി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ചട്നിയാണ് ലഭിക്കുന്നത്. അതുപോലെ ജ്ഞാനവും ധ്യാനവും കർമ്മവും ചേർന്ന ഭക്തി എല്ലാവർക്കും രുചികരമായി തോന്നും. എന്നെ വിശ്വസിക്കുക, മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവൃത്തികളും അനിത്യമാണ്. ഒരു കുളത്തിലെ നിശ്ചലമായ ജലത്തിൽ ഒരു കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വളയം പോലെയാണ് പ്രവൃത്തി. വെള്ളം ഇളകുകയും ആ വലയം കുളത്തിന്റെ അതിരുകൾ വരെ എത്തുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓരോ ചിന്തയും മനസ്സിന്റെ ശാന്തതയാകുന്ന ജലത്തെ ഇളക്കുന്ന കല്ലാണ്. അത് ചുറ്റും കലക്കമുണ്ടാക്കുന്നു. പ്രവൃത്തി മാർഗം അഥവാ മമതയുടെ മാർഗം വർദ്ധിക്കുകയും കൂടുതൽ കലക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിവൃത്തി മാർഗം അഥവാ നിർമ്മമത്വത്തിന്റെ മാർഗം മനസ്സാകുന്ന ജലത്തെ നിശ്ചലമാക്കുന്നു. കലക്കമുണ്ടാക്കുന്ന ചിന്തകളെ തന്നെ അത് ഇല്ലായ്മ ചെയ്യുന്നു. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.